സൈനിക നടപടിയിൽ പിന്നോട്ട് പോകുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണെന്നും ഹോർമുസ് കടലിടുക്ക് ഉപയോഗിക്കുന്നവർ സ്വയം സംരക്ഷിക്കാനുള്ള നടപടികൾ ഏറ്റെടുക്കണമെന്നും ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഇറാനെതിരെയുള്ള ആക്രമണത്തിന് UK സൈനിക താവളം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അറിയിച്ചു. അമേരിക്ക പിന്മാറുമെന്ന സൂചന നൽകുമ്പോഴും ഇറാനും ലെബനനും നേരെയുള്ള ആക്രമണം ഇസ്രയേൽ കടുപ്പിച്ചു. ഇതിനിടെ ഇറാൻ എണ്ണയ്ക്കെതിരെ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധത്തിന് അമേരിക്ക ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ കപ്പാസിറ്റി, മിസൈൽ ലോഞ്ചറുകൾ എല്ലാം പൂർണ്ണമായി നശിപ്പിച്ചു. ഇറാന്റെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ് തകർത്തു. ആന്റി എയർക്രാഫ്റ്റ് വെപ്പണറി ഉൾപ്പെടെ ഇറാന്റെ നേവി, എയർഫോഴ്സ് സംവിധാനങ്ങളെ നശിപ്പിക്കാൻ സാധിച്ചു. ഇറാന് ആണവശേഷിയിലേക്ക് എത്താൻ സാധിക്കാത്ത വിധം നടപടികൾ സ്വീകരിച്ചുവെന്നും അവകാശപ്പെട്ടുകൊണ്ടാണ് ഇറാനെതിരെയുള്ള സൈനിക നടപടിയിൽ നിന്ന് പിന്നോട്ടു പോകുമെന്ന് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയത്. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അമേരിക്കയ്ക്കില്ലെന്നും ഈ പാത ഉപയോഗിക്കുന്നവർ കടലിടുക്ക് സംരക്ഷിക്കട്ടെ എന്നും ട്രംപ് പോസ്റ്റിൽ വ്യക്തമാക്കി. ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അമേരിക്ക സഹായിക്കാൻ തയ്യാറാണെന്നും ട്രംപ് വിശദീകരിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് നാവികരെ വഹിക്കാൻ കഴിയുന്ന അമേരിക്കയുടെ 3 പടക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. USS ബോക്സർ ഉൾപ്പെടെ 3 യുദ്ധക്കപ്പലുകളാണ് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത്. ഇതിനിടെ സൈനിക താവളം ഉപയോഗിക്കാൻ അമേരിക്ക UK അനുമതി നൽകിയെങ്കിലും ഒരുപാട് വൈകിയെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. സൈനിക നടപടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്ന സൂചന നൽകുമ്പോഴും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. US UK സൈനിക താവളമായ ഡീഗോ ഗാർഷ് ലക്ഷ്യമാക്കി ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു. ആക്രമണത്തെ ചെറുത്തുവെന്നാണ് റിപ്പോർട്ട്. ലെബനനിലെ ബെയ്റൂട്ടിൽ ഹെസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം ശക്തമാക്കി. തെക്കൻ മേഖലയിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞുപോകാൻ IDF നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. അതേസമയം ഇറാനിയൻ ക്രൂഡ് ഓയിലിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിച്ചു. 30 ദിവസത്തേക്കാണ് അമേരിക്ക ഇളവ് പ്രഖ്യാപിച്ചത്. നിലവിൽ കടലിൽ ടാങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണയ്ക്ക് മാത്രമാണ് ഈ അനുമതിയെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.